ഡിമാൻഡ് ആൻഡ് സപ്ലൈക്ക് അനുസരിച്ച് മാർക്കറ്റിലെ എല്ലാ സെക്ടേഴ്സും ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് പെട്ടെന്ന് റിക്കവർ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ യുദ്ധമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാർക്കറ്റൊക്കെ കുറച്ചൊന്ന് ഡള്ളായി തുടങ്ങുന്നുണ്ട്. പക്ഷേ നമുക്ക് റിക്കവർ ചെയ്യണമെങ്കിൽ എന്ത് എന്നുള്ള ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ലക്ഷൂറിയസ് സെക്ടേഴ്സ്, അതായത് ആളുകൾ കുറച്ചുകൂടിയും സേവിങ്സും പീസ് ഓഫ് മൈൻഡും ഉള്ള സമയത്ത് സ്പെൻഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കുറച്ച് സെക്ടേഴ്സിലേക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മടിക്കുന്ന ഘട്ടമാണ്. അവിടെ ഇപ്പോൾ ഒരു ലാഭമുണ്ട് എന്നുള്ള തോന്നുന്ന തരത്തിൽ കുറച്ചൊക്കെ ഒന്ന് പ്രൈസ് താത്തുന്ന, അല്ലെങ്കിൽ ഈ സമയത്തെ ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ആ കുറഞ്ഞതിനനുസരിച്ച് ഒരു പ്രൈസ് റേറ്റും കൂടെ കുറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ മാർക്കറ്റ് തന്നെ പെട്ടെന്ന് റിക്കവർ ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിമാൻഡിനനുസരിച്ച് പ്രൈസ് ചെയ്യുന്ന ഒരു പ്രൈസിങ് സിസ്റ്റം ഇവിടെ ഇല്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു മാർക്കറ്റ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, വളരെ എഫക്റ്റീവായിട്ടുള്ള ഡിമാൻഡും സപ്ലൈയും നിയന്ത്രിക്കുന്ന തരത്തിലുള്ള മാർക്കറ്റ് ഇല്ലാത്തത് ഒരു പ്രശ്നമുണ്ട്. എക്കണോമിയിൽ തന്നെ അതൊരു പരിഹാരമായിട്ട് വരണം എന്നതാണ് എൻ്റെ അഭിപ്രായം.